എന്റെ പേര് മനോഹരമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. പേര് ഉദയകുമാർ എന്നാണ്. വയനാട് ജില്ലയില് ഊതാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ഇന്ന് ITDC ലീഡർ ആയിട്ടുള്ള അവിടെ ITC ഷാജി സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. എന്നെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച ഉമർസ്ഥാക്കും അതോടൊപ്പം തന്നെ MC ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഷീർ സാർ ദയവായി നന്ദി ആദ്യമായിട്ട് തന്നെ അറിയിക്കുകയാണ്. എന്നെ ഈ മഹത്തായ ഇൻഡസ്ട്രി പരിചയപ്പെടുത്തി തന്നത് മറ്റാരുമല്ല, ഭാര്യയുടെ ചേച്ചി, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ CTC റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ ബിന്ദുമേളമാണ്. ഈ അവസരത്തിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പലചരക്കട നടത്തുന്ന ഒരാളായിരുന്നു. പലചരക്കട ഉണ്ടായിരുന്നു, പച്ചക്കറി കട ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വാടക സ്റ്റോർ ഉണ്ടായിരുന്നു, കോഴിക്കട ഉണ്ടായിരുന്നു. ഇങ്ങനെ 4 കട, ഏകദേശം 11 വർഷം ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈഫിന്റെ ചേച്ചിയിലൂടെ ഒരു പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നത്. അത് മറ്റൊന്നിനുമല്ല, ഇന്നലെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിന്ധു മേഡത്തിന്റെ എക്സ്പീരിയൻസ് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സിന്ധു മേഡത്തിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട്, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർക്ക് 2 പേർക്ക് പിന്നീട് സംബന്ധമായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ വൈഫിന് മറ്റു പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പല്ലുവേദന എന്ന് പറയുന്ന ആ പ്രശ്നം മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വൈഫിനോട് ചോദിച്ച് അല്ലെങ്കിൽ വൈഫിന്റെ ചേച്ചിയോട് ചോദിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ മാറി. അതിനു മുന്നേ എത്രയോ കാലം വർഷങ്ങളായിട്ട് ഡോക്ടറെ കണ്ട് മാറാതിരുന്ന പല പ്രശ്നങ്ങളും നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഓരോന്നോരോന്നായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതായപ്പോൾ ഈ പ്രൊഡക്റ്റ് വൈഫ് കുറേശ്ശെയായിട്ട് മേടിച്ച് ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ വൈഫ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട്, വൈഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തെ ഇവരുടെ മാറ്റം കണ്ടുകൊണ്ട് തന്നെ അവര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറേശ്ശെയായിട്ട് ഉൽപ്പന്നം അവര് മേടിച്ചപ്പോൾ റീറ്റെയിൽ ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വൈഫായിട്ട് ഏറ്റെടുത്ത ഒരു ബിസിനസ്സാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും എന്നുള്ളതല്ലാതെ ഒരു മരുന്ന് എന്ന് പറയുന്ന ആശയത്തിലേക്കായിരുന്നു ഫസ്റ്റ് ഞാൻ ഉൾക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം വരുമ്പോ പിന്നെ ചിന്തിച്ചാൽ മതിയല്ലോ എന്നുള്ള ഇതിന് കാരണത്താൽ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷെ വൈഫ് പ്രൈവറ്റ് മേഖല ജോലി ചെയ്തുകൊണ്ടിരുന്ന കൂടെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ കുറേശ്ശെയായിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അവരുടെ അയൽക്കൂട്ടത്തിൽ അടയ്ക്കാനും അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വണ്ടിക്കൂലിയും മറ്റ് ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് അവർ വിനിയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനൊക്കെ എന്നോട് ചോദിച്ചിട്ടായിരുന്നു, അല്ല എന്റെ കടയിൽ വന്ന് പൈസ എടുത്തിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ വരുമാനം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറേശ്ശെയായിട്ട് എന്നോട് ചോദിക്കാണ്ടായി. ആ ഒറ്റ കാരണത്താൽ പൈസ പോകുന്നില്ലല്ലോ എന്ന് കരുതി മാത്രം കണ്ണടച്ചൊരു ബിസിനസ്സാണ്. അപ്പോ പിന്നീട് ഒരു 1.5 വർഷക്കാലം അങ്ങനെ കടന്നുപോയി. ഞാൻ എന്റെ ബിസിനസ്സും അവളുടെ ബിസിനസ്സുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് ഏകദേശം ഈ ബിസിനസ്സിലൂടെ തന്നെ ഒരു 40,000 രൂപ അക്കൗണ്ടിൽ വരുമാനം കിട്ടുക. ആ സമയത്ത് 2019 കാലത്ത് വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം നാട്ടിൻപുറമാണ്, അതുകൊണ്ട് തന്നെ കച്ചവടം ഗണ്യമായിട്ട് കുറഞ്ഞു. കടയിലുണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും കുറയാൻ തുടങ്ങി. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ പണിയില്ലാതെ വന്നപ്പോൾ കടയിലെ സാധനങ്ങളൊക്കെ കടം മേടിക്കാൻ തുടങ്ങി. അതൊക്കെ കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്തൊന്നും തിരിച്ചു തരാൻ കഴിയാതെ വന്നപ്പോൾ എനിക്കത് റീപർച്ചേസ് ചെയ്ത് വെക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ വാടക സ്റ്റോർ ഏകദേശം 6 മാസമായിരുന്നു. പുതിയൊരു 6 ലക്ഷം രൂപ നമ്മുടെ തൊട്ടടുത്ത ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തുടങ്ങിയതായിരുന്നു. 6 മാസത്തെ കച്ചവടമാണ് വാടക സ്റ്റോറിനൊക്കെ കിട്ടുക. അപ്പൊ ആ പ്രളയ സമയത്ത് ഈ കച്ചവടം നടക്കേണ്ട സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണമോ ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ആ കച്ചവടവും മുടങ്ങി. അങ്ങനെ 2-3 അടവൊക്കെ ബെൻഡായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആർക്ക് എന്ത് പൈസ കൊടുക്കാനുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നില്ലെങ്കിൽ പൈസ കൊടുക്കാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം മറ്റു കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അങ്ങനെ ആ മാനസിക പ്രയാസത്തിൽ ഞാനും ഇരിക്കുന്ന സമയത്ത് വൈഫ് എന്നോട് ചോദിച്ചു, എന്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടുകൊണ്ട് തന്നെ ഒരു ദിവസം കിടക്കാൻ നേരത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾ അറിയുന്നവരാണ്. അത് തന്നെയുമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ഷെയർ ചെയ്ത് അവളും ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്
നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ എന്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ ആശാത്തി ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം കടയിലെ സാധനങ്ങൾ പറ്റെ കുറഞ്ഞു. അത് തന്നെയുമല്ല പിന്നെ ഇതുപോലെ പോയാൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഉണ്ട്, നമുക്കത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുന്നൊക്കെ ജോലി ചെയ്ത് കിട്ടിയിരിക്കുന്ന ശമ്പളം 30-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ആ സമയം ആകുമ്പോഴേക്കും എന്റെ കയ്യിൽ കൊണ്ട് തരും. ആശാത്തിക്ക് എന്ത് സാധനം മേടിക്കണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് എന്ത് സാധനങ്ങൾ മേടിക്കണുണ്ടായാലും ഞാൻ മേടിച്ചു കൊടുക്കും. ഒരു സാധനത്തിന് പുറത്തിറങ്ങിയ സാധനം സ്വന്തമായിട്ട് മേടിച്ചുള്ള ശീലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു അത് ഏതാ പൈസ എന്ന് ചോദിച്ചു. അത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഈ പെണ്ണുങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു സമ്പാദന ശീലം ഉള്ളതാണ്. അപ്പൊ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് കൊണ്ട് തന്ന് ബാക്കി ഡിപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കാണും. അങ്ങനെയായിരിക്കും അതിന്റെ ബാലൻസ് എന്നാണെങ്കിൽ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ താൽക്കാലികമായിട്ട് എന്റെ അടവ് അയച്ചതാവും എന്ന് കരുതി പിറ്റേ ദിവസം കടയടച്ച് ഞാൻ തൊട്ടടുത്തുള്ള ബാങ്കില് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ പോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബാങ്ക്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് നമ്മളെ നേരത്തെ തൊട്ട് അറിയാവുന്ന ഒരു സ്റ്റാഫാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ടീച്ചറെന്നാ വിളിക്കുന്നത്. ടീച്ചറോട് പറഞ്ഞു എന്റെ അക്കൗണ്ടില് പിന്നെ പൈസ കുടിശ്ശികയുണ്ട്, മറ്റേ ബാങ്കിന്റെ ലോണ് കുടിശ്ശികയുണ്ട്, ഇവരുടെ അക്കൗണ്ടിൽ ഒരു പൈസ ഉണ്ടെന്ന് പറഞ്ഞു, അതെടുത്ത് ഇങ്ങോട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരത്തെ തൊട്ട് അറിയാവുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ ടീച്ചർ ലാപ്പ് നോക്കിയിട്ട് പറഞ്ഞു നിന്റെ പിന്നെ കാര്യങ്ങളെല്ലാം നീ അറിയാത്ത ഏത് പൈസയാണ് അവളുടെ അക്കൗണ്ടിലുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ അവിടെ നിന്ന് ലാഭ് നോക്കുകയാണ്. ലാഭ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എവിടുന്ന് NEFT വന്നാലും അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തും. അങ്ങനെ ഈ 1.5 വർഷക്കാലം കൊണ്ട് ആശാത്തി ചെയ്തതിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ അതിൽ വരുന്ന ടീച്ചർ കാണുകയാണ്. അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് കാണുകയാണ്. 250 ഉണ്ട്, 300 ഉണ്ട്, 800 ഉണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഞാൻ ആഴ്ച നോക്കുന്ന സമയത്ത് ഏകദേശം 40,000 രൂപ അക്കൗണ്ടിൽ വരുമാനമായിട്ട് കിട്ടിയതായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അടക്കം ഞെട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് അത്രയും പൈസ കിട്ടില്ല. അപ്പൊ ഇതിനു മുന്നേ പ്രൊഡക്റ്റ് ടീച്ചർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ടീച്ചർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ കമ്പനിയുടെ ആഴ്ച വരുമാനം 40,000 കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരടക്കം ഞെട്ടി. അപ്പോ അങ്ങനെ നോക്കി കണ്ട് എന്റെ ഒരു 3 അടവ് വെൻഡിങ് ഉണ്ടായിരുന്നു. ഏകദേശം 23,000 രൂപയോളം വെൻഡിങ് ഉണ്ടായിരുന്നു. ആ പൈസ തൽക്കാലം എടുത്ത് ഞാൻ അടച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഈ പൈസ 40,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷമല്ല ഉണ്ടായത്. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള പേടിയായിരുന്നു ഉണ്ടായത്. കാരണം നമുക്കറിയാം 2013 കാലഘട്ടത്തിൽ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിടിച്ചു വിലക്കിയ ഒന്ന് തന്നെയായിരുന്നു മണിച്ചെയിൻ എന്ന് പറയുന്നത്. മണിച്ചെയിൻ തട്ടിപ്പിലൂടെ ഒരുപാട് പേര് അകത്തുപോയി എന്നുള്ള ഒരു പത്ര കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനു മുന്നേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും ഒക്കെ വിറ്റിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഞാനും കരുതിയത് അങ്ങനെ തന്നെയാണ്. ഇതിനു മുന്നേ ഉൽപ്പന്നം കഴിച്ചിട്ടുള്ള റിസൾട്ട് വീട്ടിലുണ്ടെങ്കിലും സോപ്പും പേസ്റ്റും ആണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സോപ്പും പേസ്റ്റ് ഒക്കെ വിറ്റിട്ട് ഈ ആഴ്ചയിൽ അതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് 2,10,000 രൂപ കിട്ടും എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അത് വിറ്റ ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ 11 വർഷമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റില് നല്ല രൂപത്തിൽ കച്ചവടം ചെയ്തൊരു വ്യക്തിയാണ്. അവർ ഏകദേശം 10-15 ലക്ഷം രൂപ ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത ഒരാളായിട്ട് ആ 11 വർഷം ഞാൻ ചെയ്തിട്ട് എന്റെ ഒരാഴ്ച പോലും അല്ലെങ്കിൽ ഒരു മാസം പണിയെടുത്തിട്ട് പോലും ഒരു 30,000 രൂപ ബാലൻസ് എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് സോപ്പും പേസ്റ്റും കിട്ടിയിട്ട് ആഴ്ചയില് ഈ പറയുന്ന 2,10,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 2,10,000 രൂപ എന്റെ ജീവിതത്തില് ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒന്നായതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കാത്തൊരു സംഭവം എന്നാണ് എന്റെ മനസ്സിൽ ധാരണയുള്ളത്. അപ്പൊ അതൊരു വെറും വാക്ക് എന്ന രൂപത്തിൽ ഞാൻ അതിനെ കണ്ണടച്ച് വിട്ടതാണ്. അങ്ങനെ കിട്ടിയപ്പോഴാണ് ഈ 40,000 രൂപ ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സോപ്പും പേസ്റ്റും വിറ്റിട്ട് ഇത്രയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിലെന്തോ തട്ടിപ്പുണ്ട് എന്നൊരർത്ഥത്തിൽ തന്നെ ഞാൻ അതിന് മനസ്സിലാക്കുകയും താൽക്കാലികമായിട്ട് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ആ പൈസയിൽ നിന്ന് എടുത്ത് അടച്ച് ഞാൻ നേരെ തിരിച്ച് കടയിലേക്ക് പോന്നു. ആശാത്തി അവരുടെ ജോലി സ്ഥാനത്തേക്കും പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിലെന്തോ കുഴപ്പമുണ്ട്, ഇത്രയും പൈസയൊക്കെ ഒരാഴ്ച കിട്ടണമെങ്കിൽ ഇതിലെന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നീ എന്തെങ്കിലും ഒരു പിടിവാല് പിടിച്ച് അല്ലെങ്കിൽ ഇത് ബിസിനസ് ചെയ്ത്
ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറകെ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പരാതി പറഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വൈഫിന്റെ ചേച്ചിയെ വിളിച്ചു. പിന്നെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു പ്രോഗ്രാം ബത്തേരി വെച്ച് തുടങ്ങി. ബത്തേരി വെച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഇന്നത്തെ കമ്പനിയുടെ ITC ലീഡർ ആയിട്ടുള്ള സുലാൽ സാറിന്റെ ഒരു പ്രോഗ്രാമാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത്. അത് മനസ്സോടുകൂടി തന്നെയാണ് പോയത് മറ്റൊന്നുമല്ല, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. വൈഫ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും നിയമപരമായിട്ടുള്ള സപ്പോർട്ടോ മറ്റു കാര്യങ്ങളും എനിക്ക് പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ട്, നമ്മുടെ വീട്ടിൽ റിസൾട്ട് ഉണ്ടെന്നല്ലാതെ ഒഴികെ ഇതിന്റെ നിയമ സാധ്യതയോ മറ്റു കാര്യങ്ങളോ ഈ ബിസിനസിനെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വൈഫ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ട്രെയിനിങ്ങിലേക്ക് ഞാൻ പോയത്. അങ്ങനെ മനസ്സോടു കൂടി തന്നെയാണ് പോയത്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു 1/2 മണിക്കൂറേ ഞാൻ ഇരിക്കുള്ളൂ. ഉച്ച കഴിഞ്ഞ് വന്ന് നല്ല ഒരു 2-2:30 മണിയാകുമ്പോൾ പാലുകാരി വരും. ആ സമയത്ത് കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കച്ചവടം കിട്ടും. ആ സമയം ആകുമ്പോഴേക്കും എനിക്ക് കടയിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടുന്ന് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇന്നത്തെ സിന്ധു മേഡത്തിന്റെ അനിയത്തി മഞ്ജു മേഡം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിന്ധു മേഡത്തിന്റെ ആങ്ങള രാജേഷ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 പേര് കൂടിയിട്ടാണ് ഞങ്ങള് ആ പ്രോഗ്രാമിൽ പോകുന്നത്. ആ പ്രോഗ്രാമിൽ പോയിട്ട് ഞാൻ ഏകദേശം നേരത്തെ എനിക്ക് ഇറങ്ങി വരണമല്ലോ. ഏകദേശം 10-25 പേര് മാത്രമാണ് ബത്തേരി ആ പ്രോഗ്രാമിൽ ഉണ്ടായത്. അപ്പോൾ ഞാന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷാജി സാറെയാണ്. ഞാൻ അറിയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഷാജി സാറെ അറിയാം. അതോടൊപ്പം തന്നെ ഷാജി സാറുടെ അനിയൻ ഇന്നത്തെ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള സന്തോഷ് സാറുണ്ട്. അപ്പൊ ഇവർ രണ്ടിനെയും ഞാൻ അറിയുന്നവരായിട്ട് ഞാൻ അവിടെ ഉണ്ട്. ബാക്കിയെ ഞാൻ ആരെയും അറിയില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയ ഇത്രയും പേരും അങ്ങനെ ലാസ്റ്റ് കസേരയിൽ ഇരുന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നു. ആ കേട്ട പ്രോഗ്രാം എന്ന് പറയുന്ന സുലാൽ സാർ എടുത്ത FSS ആണ് ഞാൻ ഫസ്റ്റ് ഈ കമ്പനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു പ്രോഗ്രാം. അപ്പോ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു സ്ലൈഡൊക്കെ ഇട്ട് ആ സാറ് ജോലി ചെയ്തിരുന്ന മേഖലയും സാറ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തതിന്റെ സ്ലൈഡൊക്കെ ഇട്ട് സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 10ാം ക്ലാസ് കുസ്തിയാണ്. ഈ നാട്ടുനടപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാത്തവരാണ്. ഈ 11 വർഷമായിട്ട് നമ്മുടെ അങ്ങാടി കടക്കാരന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടയുമായിട്ട് ബന്ധപ്പെട്ടല്ലാണ്ട് വേറെ ഒരു അറിവ് നമുക്കില്ല. അപ്പൊ പിന്നെ വാർത്തകളും മറ്റ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള അറിവില്ല. പക്ഷെ അന്നത്തെ ആ പ്രോഗ്രാമിൽ കിട്ടിയ അറിവ് വെച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം സന്തോഷ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പൊ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഈ ബിസിനസ് മാറ്റിയിട്ട്, അതായത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല മാറ്റിയിട്ട് പുള്ളിക്കാരന് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരനെ ഇതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ചെയ്യില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. ലാസ്റ്റ് എന്താ പറയാ, സുലാൽ സാർ എന്ന് പറയുന്ന വ്യക്തി ഇത് എടുത്തോണ്ടിരിക്കുന്ന വ്യക്തി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. നമുക്കറിയാം ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തര് ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ച് മനസ്സിലാക്കി അവര് നല്ല രൂപത്തിൽ ഒരു ജോലി മേടിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ആ സമയത്താണ് കിട്ടിയ ജോലി റിസൈൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് ആ പ്രോഗ്രാമിൽ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ രണ്ട് കാരണങ്ങളാണ് എന്നെ ഈ ബിസിനസ്സുമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ പ്രോഗ്രാം കുറച്ച് സമയം ഇരുന്ന് കേൾക്കാം എന്ന് വെച്ച് ഞാന് ആ പ്രോഗ്രാം തീരുന്നവരെ അവിടെ ഇരുന്ന് കേട്ടു. ആ പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിലുള്ള പലരും FSS അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഒരു FSS അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രോഗ്രാമാണ് FSS എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവന്റെ ജീവിതം പിടിച്ചുലക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു എനിക്കും അനുഭവപ്പെട്ടത്. കാരണം ഞാന് ട്രഡീഷണൽ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 11 വർഷം ആ മേഖലയിൽ പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വീട് സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചു. കുഞ്ഞു വീട് എന്ന് വെച്ചാൽ പഞ്ചായത്തിന് കിട്ടിയ ഒരു വീടാണ്. അതിനോടൊപ്പം തന്നെ ഒരു 4-5 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് തരാൻ പണിതു എന്നല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ആ പെര പണിയുന്ന സമയത്ത് എന്റെ മക്കൾക്ക് ഏകദേശം ഒരു 16-17 വയസ്സ് 2 പിള്ളേർക്കുമായി. അപ്പോ ആ സമയത്ത് തന്നെ ഈ കച്ചവടം തുടങ്ങി. ഞാൻ പറഞ്ഞ 10-15 ലക്ഷത്തോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ആ സമയത്ത് എനിക്ക് ഒരു 8-9 ലക്ഷം രൂപ കടവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ 11 വർഷം ആ മേഖലയിൽ പണിയെടുത്തപ്പോൾ ഇത്രയും പൈസ ബാധ്യതയായിട്ടാണ് എനിക്ക് തന്നത്. അപ്പൊ ആ FSS തന്നെ ചോദിക്കുന്നുണ്ട്,
ഇത്രയും കാലം പണിയെടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ 9 ലക്ഷം രൂപ കടമാണുള്ളത്. പിന്നീട് നിങ്ങൾക്ക് അതേ ആ ജോലി പിന്നീട് അങ്ങോട്ട് എത്ര വർഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? അപ്പൊ ഇത്രയും വർഷം എടുത്തിട്ട് ഇത്രയും വർഷം ബാലൻസ് ഉള്ളെങ്കിൽ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അത് തന്നെയുമല്ല, നമ്മുടെ ആയുസ് നമുക്കറിയാം, മുമ്പോട്ട് പോകുന്തോറും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇയർ ബാലൻസിന്റെ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആഴ്ചയിൽ പിന്നെ ഒന്ന് വന്നുകൊണ്ടിരുന്ന പ്രശ്നം ഒരു മാസത്തിൽ പിന്നെ 3-4 തവണയൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് അത് ആഴ്ചയിൽ തന്നെ 3-4 തവണ വരാൻ ഇരുന്ന് കഴിഞ്ഞപ്പം മരുന്ന് കഴിച്ചും അടുത്ത് പല വിധത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി. കോഴിക്കോട് അടക്കം പോയിട്ട്, മെഡിക്കൽ കോളേജ് അടക്കം പോയിട്ട് MRI അടക്കം ചെയ്തു. പല ഡോക്ടർമാർ പറയുന്ന ഒരു പ്രശ്നം, നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കാനാ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 പെൺപിള്ളേരാണ്, മറ്റാരും ഇല്ല. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഇതുപോലുള്ള ഒരു കുടുംബത്തിലെ നാഥൻ എന്ന നിലയിൽ നമ്മൾ പണിയെടുക്കാതെ ഇരുന്നുള്ള അവസ്ഥ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മാനസികമായിട്ട് ഏറെ തളർന്ന് 2 മാസം ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നമായിട്ട് ലീവ് എടുത്തിരിക്കുന്ന ഒരു സമയം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ്. അപ്പൊ എനിക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഒരു സമയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ അത് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചാണ് പിന്നീട് ചിന്തിച്ചത്. കാരണം ഈ പണി ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് 9 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ ബിസിനസ്സിൽ രക്ഷപ്പെട്ടില്ല എന്നുള്ള തിരിച്ചൊരു അറിവ് എനിക്കുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കുറച്ച് സമയം കേട്ടിരിക്കാൻ പോയ ഞാന് ആ പ്രോഗ്രാം തീരുന്നവരെ കേട്ടിരിക്കും. ഇതിന്റെ നിയമ സാധുതയും ഈ പ്രൊഡക്റ്റിന്റെ പിന്നിലുള്ള ഡോക്ടർമാരെ, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പുറകെ പോകണ്ടേ, അല്ലെങ്കിൽ ഒരു മണിച്ചെയിൻ തട്ടിപ്പോ അങ്ങനെയുള്ള ആളെ ചേർക്കുന്ന പരിപാടിയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കുടുക്കത്തിൽ കൂടി കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പുറകെ പോകണ്ടേ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ പ്രോഗ്രാം തീരുന്നവരെ ഞാൻ കേട്ടിരിക്കുകയും അതിനുശേഷം എന്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്റെ സംശയങ്ങൾ നീക്കി ഞാൻ ആ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞ് ഞാനും എന്റെ വൈഫും കൂടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിനോട് പറഞ്ഞു, ബിസിനസ് നല്ല ബിസിനസ് ആണ്, നീ ചെയ്തോ, നിനക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിനു മുന്നേ ഈ 1.5 വർഷക്കാലം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് ഉണ്ടെങ്കിലും കുറച്ചധികം മറ്റുള്ളവർക്കൊക്കെ വൈഫ് പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് ആയപ്പോൾ അവര് രണ്ടാമത് പ്രൊഡക്റ്റ് ചോദിച്ച സമയത്ത് കുറച്ചധികം പ്രൊഡക്റ്റ് വീട്ടിൽ വന്ന സമയത്ത് അത് ഞാൻ കച്ചവടം അന്ന് ഒരു ദിവസം കട കൂട്ടി വീട്ടിൽ വരുന്ന സമയത്ത് എന്റെ മേശപ്പുറത്ത് ഇങ്ങനെ പ്രൊഡക്റ്റ് ഇരിക്കുകയാണ്, ഒരു പെട്ടി നിറയെ. അപ്പൊ നമുക്കറിയാം ഇതിലെ ഉൽപ്പന്നങ്ങളെല്ലാം ചുമന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ടോണിക്കായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലും മറ്റ് പല രൂപത്തിലും ചുമന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. കുറച്ചധികം പ്രൊഡക്റ്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് വീട്ടിലേക്കല്ല മറ്റാർക്കും കൊടുക്കാനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കഴിക്കാം. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വിഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടുന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ, അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ എന്നെ പേടിച്ച് ഈ 1.5 വർഷം കട്ടിലിന്റെ അടിയിൽ വെച്ച് വരെ പ്രൊഡക്റ്റ് വിറ്റിട്ടാണ് ആശാദ് ഈ 1.5 വർഷം അതിനു മുന്നേ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്ത കാലയളവിലാണ് ഈ പറയുന്ന 40,000 രൂപ കിട്ടിയത്. അപ്പം ഞാനും കൂടെ ഇത് ഈ ബിസിനസ് അറിഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല രൂപത്തിൽ വിജയം ഉണ്ടാക്കി എടുക്കാം എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ആ ബത്തേരിയിൽ വെച്ചുണ്ടായ ആ പ്രോഗ്രാമിൽ ഒരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ അന്ന് മുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന് മുന്നേ ബിസിനസ് ചെയ്യുന്നവരിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ വൈഫിന്റെ ആങ്ങളെ വേണം, ആരോടെയും ബിസിനസ് പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകാനോ ഉണ്ടെങ്കിൽ വൈഫിന്റെ ആങ്ങളയ്ക്ക് വണ്ടിയുണ്ട്, വൈഫിന്റെ ആങ്ങളെ വേണം എന്റെ വൈഫിനെ കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഷാജി സാറ് കൊണ്ടുപോകും. അപ്പൊ പല സമയത്തും വർക്കിന് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഒരാളോട് ഒരു സമയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവരുടെ വർക്കിന്റെ തിരക്ക് കൊണ്ട് തന്നെ പല സമയത്തും എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയൊക്കെ വൈകുന്നേരം ഇരിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്ന കൂടുതൽ ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായി. അപ്പൊ എന്റെ മനസ്സിൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, പക്ഷെ ഞാൻ കട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല. പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ വർക്കുള്ള സമയത്ത് നേരത്തെ പറ, ഞാൻ നിന്റെ കൂടെ വരാമെന്ന്. അപ്പൊ അങ്ങനെ പിന്നീട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാന് ചിലപ്പോ കോഴിക്കട, നമുക്കറിയാം കോഴിക്കടയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബനിയനും കൈലുമുണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കും, ആ വണ്ടി എടുത്തിട്ട് ബനിയനും കൈലുമുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പഠിച്ചിട്ട് ആ വണ്ടി തന്നെ ഇരിക്കും. ആ വർക്ക് കഴിയുമ്പോൾ കൂട്ടുകാരൻ വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആദ്യം ശ്രമിച്ചു. പിന്നീട് FSS എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ഈ ബിസിനസ് ചെയ്തിട്ട് എന്തായാലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. പിന്നീട് അപ്പൊ അങ്ങനെ ഞാൻ പല
ദിവസങ്ങളിലും കട ലീവാക്കി തന്നെ ഇതിന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കുറേശ്ശെ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എന്റെ ഐഡിയയും കൂടെ ഡെവലപ്പ് ആക്കി കഴിഞ്ഞാൽ അതിലൂടെയും കൂടെ തന്നെ ഒരു വരുമാനം കിട്ടും എന്നൊരു ബോധ്യം എനിക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ ഒരു ഐഡിയയും കൂടെ ഡെവലപ്പ് ആയി DTC റാങ്കിൽ എത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഐഡിയയും കൂടെ ഞാൻ ഡെവലപ്പ് ആക്കി അങ്ങനെ ഞാൻ കുറേശ്ശെ ആയിട്ട് വർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയൊരു 50,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബത്തേരിയിൽ വെച്ച് 2019 ഒരു RTP എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ആ സമയത്താണ് 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അതിനു മുമ്പ് FSSലൂടെ മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, GTSും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കുറേശ്ശെ ആയിട്ട് ഈ കടയോടൊപ്പം തന്നെ പോയി അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ 2019 RTP എന്ന് പറയുന്ന പ്രോഗ്രാം കൂടെ അറ്റൻഡ് ചെയ്തപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് എനിക്ക് ഈ ബിസിനസ്സിനെ തോന്നി. എന്റെ ജീവിതത്തിൽ എന്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു 2 ദിവസങ്ങളായിരുന്നു അന്നത്തെ RTP എന്ന് പറയുന്ന സെക്ഷൻ. ആ RTP അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും പിന്നീട് കടയിലേക്ക് പോകാൻ തോന്നിയിട്ടില്ല. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ പ്രോഗ്രാമിന് കിട്ടി. അങ്ങനെ മനസ്സോടെ നമുക്കറിയാം പോവാണ്ടിരിക്കാനും പറ്റില്ല. ഏകദേശം 10-15 ലക്ഷത്തോളം രൂപ കടയിലേക്ക് മുടക്കി കഴിഞ്ഞ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തിയിട്ട് പോരാൻ പറ്റില്ല. കാരണം പല വിധത്തിലുള്ള ഇടപാടുകൾ ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനസ്സോടുകൂടി ഒരാഴ്ച പോയി കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് കട തുറന്ന് ഒരു 10:30 വീട്ടിൽ വന്നിട്ട് ആശാത്തിയോട് പറഞ്ഞു ഞാൻ ഇനി തൊട്ട് കടയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് ഒരു അക്ഷരം പോലും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പോകണ്ടെന്ന് അല്ലെങ്കിൽ പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം എന്റെ കയ്യിൽ തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് വേണ്ടാത്ത ഒരു കാര്യമാണെങ്കിൽ വേണ്ട, അങ്ങനെയല്ല ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞു തരുന്ന ഒരു ആളായിരുന്നു എന്റെ വൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എതിരൊന്നും പ്രകടിക്കാത്തപ്പം എനിക്കൊരു കാര്യം തീർച്ചയായും ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകെ നിന്നാൽ എന്റെ കുടുംബത്തെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ കട അനിയന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട്, നമ്മൾ മറ്റാർക്കെങ്കിലും ഏൽപ്പിക്കണമല്ലോ. അപ്പൊ എന്റെ അനിയനായിരുന്നു കുറെ കാലം കൂലിക്ക് ഞാൻ അവനെ ഇരുത്തി നോക്കി. ഞാൻ പോകുന്ന സമയത്തേക്ക് കൂലിക്ക് ഇരുത്തി നോക്കി. പിന്നീട് അവൻ ആ കട ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് എന്റെ ഒരു ഫുൾ ടൈം കരിയറായിട്ട് ആ ബിസിനസ്സിനെ ഞാൻ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത സമയത്ത് ഇന്നിപ്പോ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഏകദേശം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. തുടങ്ങിയ നാൾ തൊട്ട് 1-2 വർഷം എനിക്ക് എന്താ പറയാ, നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഘട്ടം ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എല്ലാവർക്കും വരും. 1-1.5 വർഷക്കാലം മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. ആ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ ടീമിൽ തന്നെ ഏകദേശം 10,000 പേരടങ്ങുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഈ കമ്പനിയിൽ തുടക്കകാലത്ത് ആദ്യമായിട്ട് വന്നത് പെർഫോമൻസ് ബോണസ് ആണ് എനിക്ക് ലഭിച്ചത്. നമുക്കറിയാം, കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു. ആ പ്രോഗ്രാമിൽ വെച്ച് ഒരു അംഗീകാരം മേടിക്കുന്ന സമയത്ത് നമുക്കറിയാം എഞ്ചിനീയർ ഹരിദാസൊക്കെയാണെന്ന് MC ചെയ്തത്. ഏകദേശം 10,000 പേരടങ്ങുന്ന ഒരു വലിയൊരു ടീമിന്റെ മുമ്പിൽ നിന്നാണ് എനിക്ക് അംഗീകാരം കിട്ടുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞത് എനിക്ക് ഇയർബാൻസിന്റെ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് മാറിയ ആ ഇയർബാൻസ് ഇതിനകത്തുള്ള 95ഉം ചാമ്പ്യത്തേരൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് വേണം പറഞ്ഞു അന്ന് ഞാൻ ഈ ബിസിനസ്സിൽ ഇല്ലാത്ത കാലത്ത് എന്നോട് അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഉപയോഗിച്ചതിലൂടെ കിട്ടിയ റിസൾട്ട് ഒരു 2 വർഷത്തേക്ക് പിന്നീട് എനിക്ക് അസുഖം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അംഗീകാരം എനിക്ക് കിട്ടുന്നത്. അംഗീകാരം കിട്ടുന്ന സമയത്ത് നമുക്കറിയാം 10,000 പേര് അടങ്ങുന്ന വലിയ വേദിയിൽ മൈക്കൊന്നും ചെറിയ മൈക്കായിരിക്കില്ല. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് ഈ അംഗീകാരം മേടിക്കാൻ കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ട വന്നു. അങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ ഇയർബാഡ്സ് എന്ന് പറയുന്ന പ്രശ്നം ഇളകുകയും നമുക്കറിയാം അപ്പോഴത്തേക്കും അനിൽകുമാർ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ അറിയുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള കോമ്പിനേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് പിന്നീടുള്ള ഓരോ പ്രശ്നം വരുമ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ ഈ ഇയർബാഡ്സിന്റെ പ്രശ്നം പുള്ളിയോട് പറയുന്നു. പുള്ളി എനിക്കൊരു കോമ്പിനേഷൻ തന്നു. ആ കോമ്പിനേഷൻ തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് മേടിച്ച് കഴിച്ചു. പിന്നീട് എനിക്ക് ഇന്ന് വരെ ആ ഒരു ഇയർബാഡ്സ് എന്ന് പറയുന്ന ആ പ്രശ്നം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മറ്റത് ഫാനിന്റെ ചോട്ടിൽ ഇരിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കരുത്, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതിലെ ഉൽപ്പന്നങ്ങൾ എന്നെ സഹായിച്ചു. അങ്ങനെ ആ പ്രോഗ്രാമിൽ വെച്ച് കിട്ടിയ ഒരു അംഗീകാരമാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്ന പെർഫോമൻസ് കോൺസെപ്റ്റ് രൂപത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സത്യഭാഷയുടെ കയ്യിൽ നിന്നാണ് ആ അംഗീകാരം മേടിക്കാൻ തയ്യാറായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ബിസിനസ് കമ്മിറ്റഡ് ആയിട്ട് ഏറ്റെടുത്തു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 10 രൂപ ഒരു പ്രോഗ്രാം വെച്ച് പ്രസാദ് സാർ പറയുന്നു, 100 പേര് സീലിംഗ് അച്ചീവർ ആയി കഴിഞ്ഞാൽ അവരെ വെച്ചുകൊണ്ട് കടവ് റിസോർട്ടിൽ വെച്ചിട്ട് അവരുടെ കുടുംബത്തെ വെച്ച് ഒരു വലിയ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോവിഡ് വന്നു. നല്ല രൂപത്തിൽ ഞാനും വൈഫും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ആശകളെല്ലാം തകിടം മറിഞ്ഞ് നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും 2019 അതിലൂടെ ടീമിനെ മോണിറ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിലൂടെ തന്നെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ആ സമയത്ത് വൈഫിന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, നടുവേദന വന്ന് വൈഫ് ഇങ്ങനെ ഡിസ്ക് ബൾജിങ് ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് വൈഫിന് കിടക്കേണ്ടി വന്നു. ആ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നല്ലൊരു ടീമിന്റെ ഉടമയായി മാറാനും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന 2,10,000 നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ആ സമയം 2021 വർഷം വൈഫിന്റെ അക്കൗണ്ടിൽ 2,10,000 രൂപ ആ വർഷം കോവിഡ് കഴിഞ്ഞ ആദ്യത്തെ സീലിംഗ് അച്ചീവർ ആയിട്ട് വൈഫിന് മാറാൻ കഴിഞ്ഞു. ആ സമയത്ത് എന്റെ അക്കൗണ്ടിലും ആദ്യമായിട്ട് 1 ലക്ഷം രൂപ വരുമാനമായിട്ട് എനിക്ക് വന്നു. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും വരുമാനം വന്നപ്പോൾ ഒരു ആഴ്ചയിൽ 3,10,000 രൂപയാണ് നമ്മുടെ കുടുംബത്തേക്ക് വരുമാനമായി വന്നത്. അപ്പം 67ാമത്തെ സീലിംഗ് അച്ചീവർ ആയിട്ടാണ് വൈഫ് മാറിയത്. ഈ 67ാമത്തെ സീലിംഗ് അച്ചീവർ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് എന്റെ മനസ്സിന് മോഹമുണ്ട് ഇത് എനിക്ക് മേടിക്കണം. കാരണം പ്രസാദ് സാർ ഒരു വാക്ക് പറഞ്ഞല്ലോ, 100 പേരെ വെച്ച് ഒരു കടവ് റിസോർട്ടിൽ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ 100 പേരിൽ ഒരാളാകണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. 67ാമത്തെ സീലിംഗ് അച്ചീവർ ആയിട്ട് വൈഫ് മാറിയ സമയത്ത് ഞാൻ എന്റെ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് പൂർണ്ണമായിട്ട് എടുക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ടീമിനോടൊപ്പം ശക്തമായിട്ട് ഓടാൻ തുടങ്ങി. ഈ 2,10,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ടീമിനോടൊപ്പം ശക്തമായിട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ 67 കഴിഞ്ഞു, 77 കഴിഞ്ഞു, 87 കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇത് മേടിക്കണം എന്നൊരു ചിന്തയായി. അങ്ങനെ ലീഡേഴ്സിനോടൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ 2,10,000 രൂപ എനിക്ക് മേടിക്കണം എന്നുള്ളൊരു ചിന്ത ഞാൻ അവരോട് പറയാൻ തുടങ്ങിയതോടെ ടീമും അതോടൊപ്പം ലീഡേഴ്സും എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന് അതിനുവേണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ 2022 മാസം 455ാമത്തെ സീലിംഗ് അച്ചീവർ ആയിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്റെ ടീമിൽ എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് നിന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കുടുംബത്തില് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം നേടിക്കൊടുത്തുകൊണ്ട് തന്നെയാണ് എനിക്ക് 2,10,000 രൂപ മേടിക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡിക്ക് 1,80,000 രൂപ വരെ വരുമാനം നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് എനിക്ക് 2,10,000 രൂപ കിട്ടുന്ന സമയത്ത് വൈഫിന്റെ അക്കൗണ്ടിൽ 2,10,000 രൂപ വന്നു. 4,20,000 രൂപയാണ് ആ ഒറ്റയാഴ്ച നമ്മുടെ കുടുംബത്തേക്ക് വരുമാനമായി വന്നത്. അപ്പോ ആ സീലിംഗ് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ശക്തമായിട്ട് തന്നെ ടീമിനോട് നിന്നും റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലാണ് ഞാൻ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ ബിസിനസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ബിസിനസിനെ വൈഫിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരുപാട് പുതിയ ആൾക്കാർ ഒരുപക്ഷെ ഇന്ന് ഇത് കേൾക്കുന്നവരുണ്ടാവും. എന്നെ പോലെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കാനുള്ള ശേഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ടെൻഷൻ അടിച്ച് ഈ ബിസിനസ് കേൾക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള മോഹം അവർക്കുണ്ട്. പക്ഷെ അവരെ പിന്തിരിപ്പിക്കുന്നത് അവർക്ക് ആൾക്കാരോട് സംസാരിക്കാനും അതോടൊപ്പം തന്നെ ഈ ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ വാക്ക് സാമർത്ഥ്യമാണ്. മറ്റുള്ളവർക്ക് കഴിയും, അവര് ചെയ്യുന്നവർ എനിക്കിത് കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഉള്ളവർക്ക് പല വിധത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഈ ബിസിനസിന്റെ തുടക്കവും അതുപോലെ തന്നെയായിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വൈഫിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ പിന്നീട് നടക്കുന്ന ഓരോ പ്രോഗ്രാമും പോയി അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ പോലെയുള്ള സാധാരണക്കാരായ 100 കണക്കിന് ആൾക്കാർ ഈ ബിസിനസ്സിലൂടെ വന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ അറിവ് കൃത്യമായിട്ട് ഞാനിത് ബിസിനസ് ഉൾക്കൊണ്ട് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ പ്രോഗ്രാം എന്ന് പറയുന്നത് മിസ്സാക്കിയിട്ടില്ല. എവിടെയെല്ലാം പ്രോഗ്രാം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ അവിടെ ഉണ്ടാവും. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമാണ് വർക്കിനെ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ശക്തമായിട്ടുള്ള ടീമിന് ഉടമയായിട്ട് മാറാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 4,10,000 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂത്ത മോളുടെ കല്യാണം ഗംഭീരമായിട്ട് എനിക്ക് നടത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ വീട് നേരത്തെ ഞാൻ പറഞ്ഞു കച്ചവടമായിരുന്ന സമയത്ത് അതിന്റെ വാർപ്പും അതോടൊപ്പം തന്നെ തേപ്പോ മറ്റു കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സാധാരണ കൊച്ചു വീട്ടിൽ കിടന്നത് ഞാൻ അത് ആ കിട്ടിയ സമയത്ത് വാർത്ത
പുറത്ത് ഇട്ടപ്പോൾ തന്നെ ഒരു കൊട്ടാരം പോലെയായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം അതുപോലെ കിടന്നിരുന്നൊരു ഞാൻ. അപ്പൊ അതിനുശേഷം ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മോളുടെ കല്യാണമായി വന്നത് തേച്ച് നല്ല രൂപത്തിൽ അതിന്റെ പണികളെല്ലാം തീർത്ത് ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിന്റെ പണികളെല്ലാം തീർത്ത് ഭംഗിയാക്കി. അങ്ങനെ മോളുടെ കല്യാണം 2022 അതിമനോഹരമായിട്ട് നടത്താൻ കഴിഞ്ഞു. അതുകൂടാതെ നമുക്കറിയാം, ആദ്യം സിദ്ധമേഡം DTC ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു കൊച്ചു വണ്ടി ഈ ബിസിനസ്സിലൂടെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ DTC ആയി ZTC ആയ സമയത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വേണമെന്ന് കരുതിയിട്ട് എന്താ പറയാ, കയ്യിലുണ്ടായിരുന്ന വണ്ടി മാറ്റിട്ട് ഒരു വലിയൊരു വാഹനത്തിലേക്ക്, ബിഗ് വാഹനം എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വാഹനത്തിലേക്ക് ആദ്യം മാറാൻ കഴിഞ്ഞു. ആ വാഹനം വെച്ചോണ്ടാണ് ഞങ്ങൾ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ സിന്ധുമേഡം RTC റാങ്കിലും വന്നു. എനിക്ക് അതോടൊപ്പം തന്നെ STC റാങ്കിലും നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എന്റെ സീലിംഗ് കഴിഞ്ഞതോടുകൂടി സിന്ധുമേഡം ഈ പറയുന്ന നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, ഞാനൊരു RTC ആയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഉടനെ ഒരു വണ്ടി, ആ ചെറിയ വണ്ടി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇവോൾവ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു 10 ലക്ഷത്തിന് മേലെ വണ്ടി വിലയുള്ള വണ്ടി വെക്കുകയാണെങ്കിൽ അവിടെ വെക്കാൻ കഴിയുന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടി മാറ്റിക്കൊണ്ട് തന്നെ 24 ലക്ഷം രൂപ വില വരുന്ന അൽക്കാസ് എന്ന് പറയുന്ന ഒരു വണ്ടി എടുക്കാനും സാധിച്ചു. അതിനുശേഷം ആ വണ്ടിക്ക് പല വിധത്തിലുള്ള കംപ്ലൈന്റ് വന്നത് മാറ്റേണ്ടത് വന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് നെക്സോൺ എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോളുടെ കല്യാണം, വണ്ടി, അതോടൊപ്പം തന്നെ വീട്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിലൂടെ മാത്രമാണ്. കാരണം 11 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖലയിൽ വരുമാനം ഇല്ലാതിട്ടല്ല. ഏകദേശം കോഴിക്കടയിൽ മാത്രം ഒരു കിലോ കോഴി വിൽക്കുന്ന ഒരാളായിരുന്നു. 10,000 രൂപ ആനത്തിൽ എനിക്ക് അന്ന് 30 രൂപ ലാഭം ഇട്ടിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഏകദേശം 3000 രൂപയോളം ആ ഇനത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. വീട് വെച്ചു, വണ്ടി മേടിച്ചു, പിള്ളേരെ വിദ്യാഭ്യാസം കഴിഞ്ഞതൊക്കെ ആ പൈസയാണെങ്കിൽ ഈ പറയുന്ന 9 ലക്ഷം രൂപ ഈ ബിസിനസിന്റെ തുടക്കത്തിൽ കടമുണ്ടായിരുന്നു ഞാന്. ഇന്നിപ്പോൾ ഈ രൂപത്തിലൊക്കെ മാറ്റം വന്നത് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായപ്പോൾ മാത്രമാണ്. അപ്പൊ ഇതുപോലെ ഒരു വലിയൊരു കമ്പനി, നമുക്കറിയാം, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആർക്ക് കൊടുത്താലും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ്, അതോടൊപ്പം തന്നെ ഇതിന്റെ ഇൻകം പ്ലാൻ ആയിക്കോട്ടെ, ഏതൊരാൾക്കും ഏത് അറിവോ കഴിവോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത മറ്റൊരു കാര്യവും ഇല്ല, ഏറ്റെടുക്കാൻ തയ്യാറുള്ള, പഠിക്കാൻ തയ്യാറുള്ള, എന്താ പറയാ, നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം. ആ ഒരു അവസരത്തെ നല്ല രൂപത്തിൽ ആർക്കൊക്കെ വിനിയോഗിക്കാൻ കഴിയുമോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ്. എന്റെ ജീവിതത്തിലൂടെ എനിക്ക് വന്ന മാറ്റം അത് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള വ്യക്തികൾ നമുക്കറിയാം റീറ്റെയിൽ അത് ശക്തമായിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ റീറ്റെയിൽ ആണ് ഈ ബിസിനസിന്റെ ആദ്യ വരുമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ബിസിനസ്സിൽ വരുമ്പോൾ അക്കൗണ്ടിൽ അല്ല വരുമാനം കിട്ടുന്നത്. ശക്തമായിട്ട് റീറ്റെയിൽ ചെയ്താൽ, അതിനെ റീപർച്ചേസ് ചെയ്താൽ അക്കൗണ്ടിൽ വരുമാനം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വർക്കിന് പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് നിനക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാ, ഞാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായുള്ളൂ. ആ റീറ്റെയിൽ ചെയ്താൽ, റീപർച്ചേസ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് വരുമാനം വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ്, ശക്തമായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിലൂടെ തന്നെ അവിടെ നമുക്ക് ടേൺ ഓവർ വരും. ആ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൂടാതെ വരുന്നവരെ നിലനിർത്തണം, ശക്തമായിട്ട് നിലനിർത്തുക. കൂടെ വരുന്നവരെ കൂടപ്പുറപ്പായി കണ്ടുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം, നമ്മുടെ വരുമാനത്തിന് വേണ്ടി ഇവിടെ ഓടേണ്ട കാര്യമില്ല, അവരുടെ വരുമാനത്തിന് വേണ്ടി നമ്മളിവിടെ ശക്തമായിട്ട് അവർക്ക് ടീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ആ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ എന്താ പറയാ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധങ്ങൾ നമ്മുടെ ടീമിലുള്ളവരുമായിട്ട് വരും. അപ്പൊ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി വരണം, ഇത് അവരെ ഉപദ്രവിക്കാനല്ല, അവരെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് കൂടുന്നതിലൊരു ചിന്ത അവർ വരുമ്പോൾ അവർ കൂടപ്പുറപ്പ സ്നേഹത്തെക്കാട്ടും കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മളോട് ഇടപെടുകയും അതോടൊപ്പം തന്നെ അവർ നമ്മളോട് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, നല്ല രൂപത്തിൽ ഒരു പ്രോഗ്രാം പോലും അറ്റൻഡ് ചെയ്യുക. ഒരു അറിവും ഈ ബിസിനസ്സിൽ വേണ്ട, വേറെ ഒരു അറിവും വേണ്ട. നല്ല രൂപത്തിൽ എല്ലാ ദിവസവും, ഒരാഴ്ചയിൽ ഒരു ദിവസം ഇത് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ബിസിനസ് തുടങ്ങി 5 വർഷമായി. 5 വർഷത്തിനിടയ്ക്കും ഇന്നും ഒരു പ്രോഗ്രാം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം പ്രോഗ്രാമായിട്ട് മാറ്റിവെക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ. GTS ആയിക്കോട്ടെ, FSS ആയിക്കോട്ടെ. ഇന്നലെ ഇപ്പോ ഒരു വലിയൊരു പ്രോഗ്രാം, നമുക്കറിയാം വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടില്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്നലെ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം ഇനി കമ്പനി വെക്കുന്ന ഒരു വലിയ പ്രോഗ്രാം നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നു. അതോടൊപ്പം തന്നെ തായ്ലൻഡ് ട്രിപ്പ് വരുന്നു. ഇതൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാമിലൂടെയാണ് ഇത്രയും വലിയ അച്ചീവ്മെന്റ് നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
തന്നെ ഈ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ആവേശത്തോടു കൂടി അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ രൂപത്തിൽ എല്ലാവരും പ്ലാൻ ചെയ്ത് വലിയ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ, നമ്മുടെ കൂടെ വന്നവർക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിലാണ് ഒരു ബന്ധുവോ സുഹൃത്തോ നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുക എന്നുള്ള ചിന്തയോടുകൂടി ശക്തമായി പ്രവർത്തിക്കാൻ സർവേശ്വരൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈലേശ്വർ മാർഗം. താങ്ക് യു.